Saffron is a cultivator. Kashmir is the main cultivator of saffron. Kashmir, Spain, and Iran, three places only in the world who cultivate saffron. So Kashmir is the number one. So you can buy that saffron from here. That original thing, it is produced from that place only, saffron town called Pampore. It is the main place where you can get. You must visit if you have more time. You must visit Gurez. Gurez. ഹായ്, പുതിയൊരു വീഡിയോ. കാശ്മീരിലേക്ക് ഒരു ട്രിപ്പ്. ട്രെയിനിലാണ്, ബൈ ട്രെയിൻ. ഫ്ലൈറ്റില്ല, ലക്ഷറി ട്രിപ്പൊന്നുമല്ല, ബഡ്ജറ്റ് ട്രിപ്പ്. പക്ഷെ അത്യാവശ്യം ഫണ്ട് ഇറക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമറ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി ബഡ്ജറ്റ് പരിപാടികളൊന്നും പിടിക്കില്ല. കുറച്ച് സേഫ്റ്റിയും കൂടെ നോക്കണം. അപ്പോൾ നേരെ ആലുവയിൽ കൊണ്ടുപോയി വണ്ടി ഇടുന്നു. അവിടെ നിന്ന് ബൈ ട്രെയിൻ. ആലുവ സ്റ്റേഷനിലെത്തി. 6:30ക്കാണ് ട്രെയിന്. അത്യാവശ്യം 2 ദിവസത്തേക്ക് വേണ്ട ഫ്രൂട്ട്സ്, ചെറിയ ഫുഡ് ഐറ്റംസൊക്കെ കരുതിയിട്ടുണ്ട്. കഴിക്കാനുണ്ടോ? കഴിക്കാൻ പത്തിരിയും ചപ്പാത്തി ഉണ്ട്, ചിക്കൻ ഉണ്ട്, കോഴിക്കറി. പിന്നെ എനിക്ക് എന്നാ വേണ്ടേ? നമ്മൾ മറ്റേ ആപ്ലിക്കേഷൻ 2 ദിവസത്തേക്ക് ഫുഡിൻ്റെ പ്ലാനിങ്. 2 ദിവസം നമ്മൾ ആപ്ലിക്കേഷൻ. ട്രെയിൻ ലേറ്റാണ്. 1/2 മണിക്കൂറോളം കാത്തു നിന്നു. 7 മണിയായപ്പോൾ ട്രെയിൻ എടുത്തു. ട്രെയിനിലധികം വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തില്ല. രാത്രിയിലെ ഉറക്കം അത്രയും നോക്കിയില്ല. ഡോറിൻ്റെ തൊട്ടടുത്തായിരുന്നു നമ്മുടെ സീറ്റ് കിട്ടിയത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഭോപ്പാൽ അടുത്ത് എവിടെയാണ്ട് എത്തി. മുമ്പ് ഞാൻ ഈ പ്രദേശങ്ങളിലേക്കൊന്നും യാത്ര ചെയ്തിട്ടില്ല. അതുകൊണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ കാഴ്ചകളൊക്കെ ഒരു രസമുണ്ട്. വരണ്ട കാഴ്ചകളാണെങ്കിലും കാഴ്ചകൾ പുതിയതും പുതുമയുള്ളതുമാണ്. വലിയ മാവിൻ തോട്ടങ്ങൾ, ഗോതമ്പ് പാടങ്ങൾ, ചോളം, സോയാബീൻ, അങ്ങനെ കുറേ കൃഷിയിടങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണാം. അങ്ങനെ 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഏതാണ്ട് 3 മണിയോടുകൂടി, ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടി നമ്മൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. ആഗ്രയിൽ ഇറങ്ങി താജ്മഹലൊക്കെ കണ്ട ശേഷം തിരിച്ച് ഡൽഹിക്ക് ട്രെയിനിൽ പോകുന്നവരാണെങ്കിൽ നമുക്ക് ആഗ്രയിൽ എത്തുമ്പോൾ തന്നെ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്യാം. അവിടെ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ വയ്ക്കുക. താജ്മഹൽ പോയി കണ്ടിട്ട് തിരിച്ചു വരിക. നമുക്കൊന്ന് ഫ്രഷായിട്ട് തിരിച്ച് വീണ്ടും അടുത്ത ട്രെയിനിൽ കയറി ഡൽഹിക്ക് പോകാം. ആഗ്രയിൽ വന്നിട്ട് നമ്മൾ ചെയ്ത ആദ്യത്തെ മണ്ടത്തരമാണിത്. ചെന്നതേ ഓട്ടോക്കാർക്ക് തലവച്ച് കൊടുത്തു. എല്ലാ ഓട്ടോക്കാരും മോശമൊന്നുമല്ല. പക്ഷേ ഇവർ കൂടുതലും ഇവർക്ക് കമ്മീഷൻ കിട്ടുന്ന ഹോട്ടലുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഏറ്റവും അടുത്ത് ഭയങ്കര വൃത്തികേടായി കിടക്കുന്ന ഏതെങ്കിലും ഒരു ഹോട്ടലൊക്കെ ആയിരിക്കും. ഏതായാലും ബാഗൊക്കെ വെച്ച് പതിയെ താജ്മഹൽ കാണാൻ ഇറങ്ങി. വൈകുന്നേരം 5 മണിയോടുകൂടി അടുത്തു. ഈ ഇടതുവശത്ത് കാണുന്ന ഗേറ്റാണ് താജ്മഹലിലേക്കുള്ള എൻട്രി. ഓൺലൈനായിട്ടും നമുക്ക് ടിക്കറ്റ് എടുക്കാം, ഓഫ്ലൈനായിട്ടും എടുക്കാം. ഇതാണ് താജ്മഹലിൻ്റെ ആദ്യത്തെ കാഴ്ച കിട്ടുന്നൊരു സ്ഥലം. അങ്ങ് ദൂരെ താജ്മഹലിൻ്റെ മിനാരങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ശരിക്കും താജ്മഹലും അതിനു ചുറ്റുമുള്ള ഈ വലിയ കെട്ടിടങ്ങളൊക്കെ അത്ഭുതം തന്നെയാണ്. നമ്മളിതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്തു വച്ചിട്ടുള്ളത്. ഹിറ്റായിട്ടുള്ള ഒരുപാട് റീലുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു ഫ്രെയിമാണിത്. കുറ്റം പറയാൻ പറ്റില്ല, അത്രത്തോളം മനോഹരമായിട്ടുള്ളൊരു ഫ്രെയിമാണ്. ഒരു മാജിക്കൽ ഫ്രെയിമാണ് താജ്മഹലിൻ്റെ ഈ ഒരു വ്യൂ. ലോകത്തിലെ അറിയപ്പെടുന്ന ശക്തനും സമ്പന്നനും ധീരനുമായ ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച പ്രണയസ്മാരകം. പക്ഷേ ഇത് കാണേണ്ട സമയം അതിരാവിലെയാണ്. ആളും തിരക്കുകളും ഒന്നുമില്ലാതെ അതിരാവിലെ വേണം ഈ ലോകാത്ഭുതത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ ഇറങ്ങി നടക്കാനായിട്ട്. ആ സമയത്ത് നമുക്ക് താജ്മഹലിൻ്റെ ഭംഗി കുറച്ചും കൂടി ആഴത്തിൽ കാണാനും ആസ്വദിക്കാനും പറ്റും. വന്നിറങ്ങിയത് വൈകുന്നേരം 4 മണിക്കാണ്. അപ്പോൾ 5:30 വരെ താജ്മഹൽ കാണാനുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. എങ്ങനെ പോയാലും കുറച്ച് കൺജസ്റ്റഡ് ആവും. അപ്പോൾ നേരെ പോയി താജ്മഹൽ കണ്ടു, തിരിച്ചിറങ്ങി ഫുഡ് കഴിച്ചു. ഇനി പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ ഡൽഹിക്ക് പോകാനാണ് പരിപാടി. അപ്പോൾ
ബസ് നോക്കിയിട്ട് ബസ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ബസ് പോയിന്റിൽ നിൽക്കുക. അപ്പോൾ ഒരു 10:30 ആകുമ്പോഴത്തേക്കും ബസ് വരും. ഇവിടുന്ന് നേരെ ഡൽഹി പോകുന്നു. ഡൽഹിയിൽ നിന്ന് മിക്കവാറും ജമ്മുവിലേക്ക് പോകാനാണ് പരിപാടി. ഇതാണ് ഡൽഹിക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി വന്ന ബസ്. ബസ് യാത്ര വളരെ ദുരിതമായിരുന്നു. അവരുടെ സമീപനം ഭയങ്കര മോശം സമീപനമായിരുന്നു. 4 പേരെ ഒരു സ്പേസിൽ കുത്തിത്തിരിയൊക്കെയാണ് ഇവന്മാർ കൊണ്ടുപോകുന്നത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ഇവന്മാർക്ക് അതൊന്നും ഒരു മൈൻഡും ഉണ്ടായില്ല. ഡൽഹി എത്തി. സദാർ സ്ട്രീറ്റിലേക്കാണ് ഇനി പോകാനുള്ളത്. ഇവിടെ മെയിനായിട്ട് മാലകൾ, വളകൾ, തുണികൾ, ബാഗുകൾ, സുഗന്ധ വസ്തുക്കൾ, പലവ്യഞ്ജനങ്ങൾ, കളിപ്പാട്ടങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഭക്ഷണത്തിന് ആവശ്യമായ ചേരുവകൾ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. പല നാട്ടിൽ നിന്നുള്ള കച്ചവടക്കാരൊക്കെ വന്ന് 1-2 ദിവസം ഇവിടെ താമസിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള കച്ചവട സാധനങ്ങൾ അത് നല്ലത് നോക്കി നല്ല വിലക്കുറവിൽ കണ്ടുപിടിച്ച് ഹോൾസെയിലായിട്ട് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. നമുക്ക് റീറ്റെയിലായിട്ടും ഇവിടുന്ന് കിട്ടും. 150, 130. ഡൽഹിയിലെ കറക്കമൊക്കെ കഴിഞ്ഞു. മെയിനായിട്ട് സദാർ സ്ട്രീറ്റിൽ പോയി. അവിടെ നമുക്ക് കൂടെ വന്നവർക്ക് അവരുടെ ഷോപ്പിലേക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് 8:55 നമുക്ക് ബസ്സുണ്ട് ജമ്മുവിലേക്ക് ബസ്. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡെല്ലാം കഴിച്ച് സെറ്റായിട്ട് ഇവിടുന്ന് നേരെ ഡൽഹിയിൽ നിന്ന് വിടും. കുറച്ച് ദൂരം നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി. എങ്കിലും കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. ഏകദേശം 9:15 ബസ് എടുത്തു. കാശ്മീരി ഗേറ്റ് എന്ന് പറയുന്നൊരു പോയിന്റിൽ നിന്നാണ് ഞങ്ങൾക്ക് ബസ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു മെയിനായിട്ടുള്ള ഒരു ബസ് പോയിൻ്റാണിത്. ഒരുപാട് വോൾവോ ബസ്സുകളൊക്കെ ഇവിടെ പല സ്ഥലത്തേക്ക് പോകാനായിട്ട് കിടപ്പുണ്ട്. ഏതാണ്ട് 10-11 മണിക്കൂറോളം യാത്ര കഴിഞ്ഞിട്ട് രാവിലെ 8 മണിയോടുകൂടി നമ്മൾ ജമ്മുവിലെത്തി. ഇനി ഒന്ന് ഭക്ഷണം കഴിക്കണം, ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആവണം. അതിനുശേഷം അടുത്ത വണ്ടി പിടിക്കണം. ജമ്മുവിൽ ബസ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ടാക്സികൾ ശ്രീനഗറിലേക്ക് പോകാനായിട്ട് കിട്ടും. ഈ കിടക്കുന്ന ടാക്സികളെല്ലാം ശ്രീനഗറിലേക്ക് പോകാനുള്ളതാണ്. ആവറേജ് ഒരു 800-നും 1300-നും ഇടയ്ക്ക് നമുക്ക് ടാക്സി ഫെയർ ആവും. ഏതാണ്ട് ഒരു ദിവസത്തോളം രാവിലെ നമ്മളൊരു 8 മണിക്ക് 9 മണിക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 6 മണിയോളം ആവും നമ്മൾ ശ്രീനഗറിലെത്തുമ്പോൾ. ഷെയർ ടാക്സി ആയിട്ടാണ് ഇവർ ഓടുന്നത്. ഞങ്ങൾ 4 പേരും കൂടാതെ 3 കാശ്മീരികളും ഈ വണ്ടിയിലുണ്ട്. 1000 രൂപയാണ് ഒരു ആവറേജ് ഷെയർ ടാക്സിക്കുള്ള ചാർജ്. ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ ബാർഗെയിൻ ചെയ്യേണ്ടി വരും. ആളുകളെ കൊണ്ടുപോകുന്ന കൂടാതെ ശ്രീനഗറിലേക്കുള്ള ചെറിയ സാധനങ്ങൾ, കച്ചവടക്കാർക്കുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവർ വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുവഴിയും ഇവർക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ജമ്മുവും ലഡാക്കും ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് പണ്ടത്തെ രാജാവ് 75 ലക്ഷം രൂപയ്ക്കാണ് കാശ്മീർ താഴ്വര വിലയ്ക്ക് വാങ്ങി കൂട്ടിച്ചേർത്തത്. അങ്ങനെ ഇത് ജമ്മു കാശ്മീരായി. സൂഫി പാരമ്പര്യമുള്ള മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശം. ഒരു കയ്യിൽ കത്തിച്ചു വെച്ച സിഗരറ്റും മറ്റൊരു കയ്യിൽ വരുന്ന ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്തും വളരെ അശ്രദ്ധമായിട്ടുള്ളൊരു ഡ്രൈവിംഗാണ് നമ്മുടെ ഡ്രൈവർ. എൻ്റെ അടുത്തിരിക്കുന്ന ഒരു കാശ്മീരി പയ്യനാണ്. പതിയെ റോഡുകളിൽ തിരക്കൊക്കെ കൂടി തുടങ്ങി. അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഈ വരണ്ട പ്രദേശത്ത് വണ്ടി നിർത്തി. രാവിലെ 8 മണിയോടുകൂടി നമ്മൾ ജമ്മുവിൽ നിന്ന് കയറിയാണ്. ജമ്മുവിൽ നിന്ന് നമുക്ക് ഷെയർ ടാക്സി കിട്ടും, അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ടാക്സി ഹയർ ചെയ്യാം. സ്വന്തമായിട്ട് ടാക്സി ഹയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വരുന്ന വഴിക്ക് ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇറങ്ങി
ഫോട്ടോ എടുക്കുകയോ നല്ല എവിടെയെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വരാം. ഷെയർ ടാക്സി ആണെങ്കിൽ വേറെ ആൾക്കാരുണ്ട്, അപ്പോൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർ നിർത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഷെയർ ടാക്സി എടുത്തത്, അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുന്ന വഴിക്കുള്ള നല്ല സ്ഥലത്തൊന്നും ഇറങ്ങുമോ അധികം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ നേരെ ശ്രീനഗറിലേക്ക് പോകണം. ഇപ്പോൾ ശരിക്കും ഇവിടെ ബാക്കിൽ കാണുന്ന, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റോഡ് മുഴുവൻ ബ്ലോക്കായി. അപ്പോൾ ബാക്കിൽ കാണുന്ന ധാബയിൽ കയറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടെ ഏതാണ്ട് ഒരു മണിക്കൂറോളം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പതിയെ ട്രാഫിക്ക് മാറി. പിന്നെ അവിടുന്ന് വീണ്ടും ട്രാവൽ തുടങ്ങി. ഇപ്പോൾ ഇവിടെ ലഞ്ച് കഴിക്കാനായിട്ട് നിർത്തി. ഫുഡൊക്കെ വളരെ മോശം. അപ്പോൾ അതുകൊണ്ട് പഴമൊക്കെ മേടിച്ച് കഴിച്ച്, ജ്യൂസുണ്ട്, അപ്പോൾ അത് കഴിക്കാം, ബിസ്ക്കറ്റ് കഴിക്കാം. ഇനി ശ്രീനഗർ ചെന്നിട്ട് കഴിക്കാമെന്നുള്ള പ്ലാനാണ്. ഞാൻ ആ ഹോട്ടൽ ജസ്റ്റ് കാണിച്ചു തരാം, അതിൻ്റെ ആംബിയൻസൊക്കെ കാണിച്ചു തരാം. മോശമാണ്, കാരണം ഇവരുടെ ഒരു രീതിയിലുള്ള ഹോട്ടലുകളിലൊക്കെ കൊണ്ട് നിർത്തുള്ളൂ. അത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല. കുറേ സ്ഥലത്ത് റോഡ് പണി നടക്കുന്നുണ്ട്. പിന്നെ കുറേ സ്ഥലത്ത് റോഡ് അതിലൊക്കെ ഇടിഞ്ഞ് കിടപ്പുണ്ട്. കുറച്ച് ഡേഞ്ചർ പ്ലേസൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഈ ട്രാഫിക് ബ്ലോക്ക് ആവാനും ഇത്ര ലേറ്റ് ആവാനും കാരണം. ഈ ഹോട്ടലിൻ്റെ പുറകിലായിട്ട് നമുക്കൊരു ഡാം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ അന്വേഷിച്ചപ്പോൾ ചുനാബ് ഡാം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളും വ്യൂ പോയിൻറ്റും ഒക്കെ ആണെങ്കിലും ഈ ചെങ്കുത്തായ പാറകളും മലകളും ഒക്കെ എപ്പോൾ വേണമെങ്കിലും ഒരു അപകടത്തിൻ്റെ ഭീകരത നിൽക്കുന്നുണ്ട്. കടന്നു പോകുന്ന പ്രധാനപ്പെട്ട റോഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാമങ്ങളെല്ലാം തീർത്തും ഒറ്റപ്പെട്ട ഗ്രാമങ്ങൾ തന്നെയാണ്. ചുനാബ് ഡാം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഒരു കൊച്ചു ഗ്രാമം കാണാം. തീർത്തും മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമം. ഇതുവഴി കടന്നു പോയപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇവിടങ്ങളിലൊക്കെ യാത്രകൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മിക്കപ്പോഴും വരണ്ട് കിടക്കുന്ന ഗ്രാമങ്ങളും ജീവിതങ്ങളും, മഴ പെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കടകളൊക്കെ ആയിട്ട് ഓരോ ജംഗ്ഷനൊക്കെ കടന്നു പോകുമ്പോൾ കാണാം. അവിടെ കടയുടെ മുമ്പിൽ കഴുതപ്പുറത്ത് സാധനങ്ങളൊക്കെ വാങ്ങി ഈ മലകളൊക്കെ കടന്ന് വീടുകളിലേക്ക് പോകുന്ന ഗ്രാമീണരായ ആളുകൾ. അവരെത്രത്തോളം സമയമെടുത്തായിരിക്കും അവരുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നത്. കാറിൻ്റെ ഡ്രൈവർ ഓരോ സ്ഥലത്തെത്തുമ്പോൾ അവിടുത്തെ കഥകളും അയാളുടെ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ശ്രീനഗറിലേക്ക് പോകാം. Understand?